party members, activists, and of course his family. We have asked the party state committees to fly the red flag of the party for the next 72 hours at half-mast. Of course, I mean, there will be a number of condolence meetings and other programs, and the party will do everything to spread the contributions made by Comrade VS all over the country. Comrade Baby is already there. Our former secretary, Comrade Prakash, will be there. There will be other comrades. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള 5 വർഷവും അതുപോലെ അദ്ദേഹം എൽ ഡി എഫിൻ്റെ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിലെ സംസ്ഥാന സമിതിയുടെ അംഗമായി പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിച്ച ഒരാളെന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളുടെ മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നു സഖാവ് വി എസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതൊരു രാഷ്ട്രീയ തീരുമാനവും ഭരണപരമായ തീരുമാനവും എടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് വികസനോന്മുഖ വിഷയങ്ങളാണെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും സ്ഥാനമുറപ്പിച്ച അതുല്യനായ നേതാവ്. സഖാവിനോടൊപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നതിന് 5 വർഷക്കാലം സഖാവ് വി എസ് മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ വന്നാൽ മറ്റെല്ലാം മാറ്റിവെച്ച് തീക്ഷ്ണമായ സമരപാതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവായിരുന്നു സഖാവ് വി എസ്. വി എസിന് തുല്യം വി എസ് മാത്രമാണ്. അത്ഭുതം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇത് പുതിയ തലമുറക്ക് പഠിക്കാനും അനുഭവിക്കാനും പറ്റുന്നൊരു പാഠപുസ്തകം കൂടിയാണ് സഖാവ് വി എസ്. സഖാവ് വി എസിൻ്റെ നിര്യാണമെന്ന് പറയുന്നത് സ്വാഭാവികമായി നമുക്കറിയാം, 102ാമത്തെ വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ്. ഞാൻ എത്ര കാലം ജീവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്നുള്ള രൂപത്തിൽ മരണത്തോടടക്കം വെല്ലുവിളി നടത്തിയ ഒരാളാണ് സഖാവ് വി എസ്. ത്യാഗോജ്വലമായ നിരവധി അതോടൊപ്പം തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പാരിസ്ഥിതിക മാനങ്ങളെല്ലാം നൽകിയ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു സർ വി എസ്. എല്ലാവരും വി എസ് ആയതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം അതെല്ലാം വഴി തിരിച്ചു എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഒരു വി എസ് വിടവാങ്ങി വല്ലാത്ത ഒരു ശൂന്യത കേരളീയ സമൂഹത്തിനാകെ ഉണ്ടായി. ഈ സമരങ്ങൾക്കപ്പുറം നിയമവഴിയുടെ പല കാര്യങ്ങളും വി എസ് പുറത്തു കൊണ്ടിട്ടുണ്ട്. കാര്യങ്ങളോട് നീതി പുലർത്താനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ഈ ജീവിച്ച അത്രയും കാലം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. പല ആളുകളും സ്വന്തം ജീവിതത്തിൽ ഈ വ്യക്തിപരമായ ഒരു ആദർശ നിഷ്ഠത പുലർത്താൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തികച്ചും ആദർശനിഷ്ഠമായ ഒരു ജീവിതമായിരുന്നു ശ്രീ അച്യുതാനന്ദൻ്റെത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭിന്നിപ്പിൻ്റെ കാലഘട്ടത്തിൽ ആദ്യം തന്നെ പുറത്തു വന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മത്തിന് തന്നെ ബീജാപാപം നൽകിയ ഒരു നേതാവാണ്. ചരിത്രം അദ്ദേഹത്തെ എന്നും സ്മരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളം ദീർഘകാലം അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു എന്ന് വരികിലും അദ്ദേഹം ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായും ആ വിയോഗം കേരളമെന്നും വേദനയോടുകൂടി തന്നെ അനുസ്മരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അച്യുതാനന്ദൻ്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിൻ്റെ ലക്ഷോപലക്ഷം പ്രവർത്തകരോടും നേതൃത്വത്തോടും ഒക്കെ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഹൃദയംഗമായ അനുശോചനം ഞങ്ങൾ രേഖപ്പെടുത്തും.